ഡോക്ടർ എസ് എസ് ലാൽ, കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഒരു ഈജിയൻ തൊഴുത്തായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എൻ്റെ ഈ 28 വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ അന്ന് തുടക്കത്തിൽ എന്ത് റിപ്പോർട്ട് ചെയ്തോ ഇന്നും അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. മരുന്നില്ല, മതിയായ ബെഡില്ല, പിന്നെ അതുപോലെ തറയിൽ കിടത്തി ചികിത്സിക്കുന്നു. ഇതിനൊന്നും ഒരു മാറ്റം ഇല്ല. പക്ഷേ എങ്കിലും നമ്പർ 1 എന്നാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്പർ 1 എന്നാണ് കുട്ടിഘോഷിക്കുന്നത്. ഈ തൊഴുത്ത് അത് വൃത്തിയാക്കാൻ പറ്റുമോ? താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്, പക്ഷേ അതിന് നടപടികൾ വേണം. നമ്മൾ ഈ ഒരു 2 വൈരുദ്ധ്യമുണ്ട്. ഒന്ന്, എപ്പോഴും നമ്പർ 1 എന്ന് പറയുന്നതും ഈ പ്രശ്നങ്ങളും. ഇപ്പോൾ നമ്പർ 1 എന്ന് പറയുന്നത് നമുക്ക് ആയുർദൈർഘ്യം ഉള്ളതുകൊണ്ടും മാതൃമരണ നിരക്ക് കുറവായതുകൊണ്ട് ശിശുമരണ നിരക്ക് കുറവായതുകൊണ്ടും ഒക്കെയാണ്. ഇത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും പല സൂചകങ്ങളിലും നമ്മൾ മുന്നിലായതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് അർത്ഥമില്ല. നമ്മൾ അതുപോലെ കമ്പയർ ചെയ്യുന്ന ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടാണ്. കേരളവുമായിട്ടാണ് താരതമ്യപ്പെടുത്തേണ്ടത്. നമ്മുടെ കുട്ടി പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കുമ്പോൾ തോറ്റ കുട്ടിയുടെ മാർക്കുമായിട്ടല്ല നോക്കേണ്ടത്. നമ്മുടെ കുട്ടി ഓരോ പ്രാവശ്യവും ഇമ്പ്രൂവ് ചെയ്യുന്നതുകൊണ്ടാണ് നോക്കേണ്ടത്. ഇവിടെയാണ് 1ാം സ്ഥാനം എന്ന് പറയുമ്പോൾ എവിടുത്തെ 1ാം സ്ഥാനം എന്നൊരു പ്രശ്നം അങ്ങുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ വളരെ മുന്നിലാണ്. ഇപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ആയുർദൈർഘ്യം അമേരിക്കയ്ക്ക് തുല്യമാണ്, 80ആണ്. പക്ഷേ അമേരിക്കയിൽ 80കാർ കാറോടിച്ച് നടക്കുമ്പോൾ നമ്മുടെ ഇവിടെ 80കാരികൾ കിടപ്പാണ്. ഈ ഒരു വ്യത്യാസം അറിയണം. തല എണ്ണിയാൽ പോരാ, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നോക്കണം. അപ്പോൾ ഇങ്ങനെ ഇനി 1ാം നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ ആത്മഹത്യയിലാണ് 1ാം നമ്പർ ഇന്ത്യയിൽ. അപ്പോൾ ബീഹാറിനോട് പറയാൻ പറ്റില്ല, ആത്മഹത്യ കേരളത്തെ കണ്ടുപിടിക്കാൻ പറയാൻ പറ്റില്ല. കൊളസ്ട്രോളിൻ്റെ കാര്യത്തിൽ, ഡയബറ്റിസിൻ്റെ കാര്യത്തിൽ, അമിതവണ്ണത്തിൻ്റെ കാര്യത്തിൽ, ഇത്തരം ഒരുപാട് റോഡപകടങ്ങളുടെ കാര്യത്തിൽ 3ാം സ്ഥാനമാണ് ഇന്ത്യയിൽ. മഹാരാഷ്ട്രയും തമിഴ്നാടും കഴിഞ്ഞ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റോഡപകട മരണം ഉണ്ടാകുന്നത്. ഒരു ദിവസം 10-15 പേരെ മരിച്ചു പോകുന്നത്. ഇതിനൊന്നും കേരളം മാതൃകയല്ല. അപ്പോൾ നമ്മൾ കേരളം എല്ലാം നമ്പർ 1 ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ്, ആരോഗ്യ പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കലാണ്, നമ്മുടെ ലക്ഷ്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കലാണ്. ഞാൻ പിന്നെ ഒരുപാട് രാജ്യങ്ങളിൽ ജനീവയിലൊക്കെ പ്രവർത്തിച്ച ആളാണ്. ലോക ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പണം കൊണ്ടുവരികയും ചെയ്ത ആളാണ്. നമ്മൾ കേരളത്തിൻ്റെ കാര്യമ്പോൾ പറയും ഒന്നും വേണ്ട, അവിടെ എല്ലാം തികഞ്ഞു. ഇവിടെയാണ് പ്രശ്നം. നമ്പർ 1 നമ്മുടെ കുട്ടിക്ക് ക്ലാസ്സിൽ ഫസ്റ്റായി കഴിഞ്ഞാൽ അതോടെ എല്ലാ പഠിത്തവും നിർത്തൂ, ഫീസും നിർത്തൂ, പുസ്തകം വായിക്കും നിർത്തൂ. അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് പാട്. 40 കിടക്കുന്ന ബീഹാറുകാരന് 80 വരാൻ എളുപ്പമാണ്. 90 കിടക്കുന്ന മലയാളിക്ക് 91 പാടാണ് കേരളത്തിന്. അത് വേണ്ടേ? നമുക്ക് ഇനി മുന്നോട്ട് ഒരുപാട് പോകാനുണ്ട്. അത് മാത്രമല്ല, ഒരു കേരളത്തിലെ ആരോഗ്യരംഗം അല്ലെങ്കിൽ എവിടുത്തെ ആരോഗ്യരംഗം എന്നൊരു പാലം കെട്ടുമ്പോൾ തീരുന്ന പ്രശ്നം പോലെയല്ല. കടത്തുകാരൻ അല്ലെങ്കിൽ നീന്തിക്ക് പോകേണ്ട സ്ഥലത്തൊരു പാലം കെട്ടുമ്പോൾ ആ കടത്ത് പ്രശ്നം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രശ്നം തീരും. ആരോഗ്യം അങ്ങനെയല്ല. ഈ ഓരോ നിമിഷം അനുനിമിഷം ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. 4 വർഷം മുമ്പ് നമുക്ക് കോവിഡ് എന്നൊരു അണുവിനെ പറ്റി അറിയില്ല. കോവിഡ് വന്നപ്പോൾ എല്ലാം നമ്മൾ താറുമാറായില്ലേ. അപ്പോൾ പുതിയ പ്രശ്നങ്ങൾ. പിന്നെ കേരളത്തിൽ ജനങ്ങൾ കൂടുതൽ ജീവിച്ചിരിക്കുന്നുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ. ജീവിച്ചിരിക്കുമ്പോഴേ അസുഖം വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ അനുദിനം നമ്മൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്പർ 1 പഴയ നമ്മളെ കാരണവന്മാർ പറയും, സകലവും വിറ്റ് തൊലച്ച് ഒന്നുമില്ല ദാരിദ്ര്യമായിട്ടിങ്ങനെ പറയും, പേരുകേട്ട വീടാണ്, ഭയങ്കര 1ാം നമ്പരാണെന്ന് പറയും. അതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. അങ്ങനെ പറയുന്നുണ്ടെന്നൊരു അപകടമുണ്ട്. മറുവശത്ത് പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കേരളത്തിൽ പ്രതീക്ഷ നമ്മൾ കൊടുക്കേണ്ടത് ജനങ്ങളിലാണ്. കേരള ആരോഗ്യത്തിൽ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നത് കേരളത്തിൽ ആരോഗ്യ അവബോധമാണ്, സ്ത്രീകളുടെ സാക്ഷരതയാണ്. അതുകൊണ്ടാണ് വീടുകളിൽ വൃത്തിയുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇനി ഞാനൊരു പ്രൊഫസറാണ്, മെഡിക്കൽ പ്രൊഫസറാണ്. ഞങ്ങൾ നടത്തിയൊരു പഠനമുണ്ട് കോവിഡ് കാലത്ത് കേരളത്തിൽ മാസ്ക് ഉപയോഗിച്ച 95% ഒരു പോലീസ് ഓടിക്കാതെ. അതവൻ്റെ ആരോഗ്യ അവബോധമാണ്. അപ്പോൾ അതിന് കേരളത്തിലെ ജനങ്ങൾക്കല്ലേ കൈയടി കൊടുക്കേണ്ടത്. അസുഖം വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ട സംസ്ഥാനങ്ങളിൽ അവൻ പോവില്ല, എത്തോടെ പോട്ടെ എന്ന് വിചാരിക്കും. കേരളം അങ്ങനെയല്ല. കേരളം ആദ്യം പോകും മെഡിക്കൽ കോളേജ്. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് തിരക്ക് വരുന്നത്. നമുക്ക് ആരോഗ്യം എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് ഇവിടെ നിന്നും കടയിൽ നിന്ന് വാങ്ങിക്കാവുന്നതല്ല, ഒരു നിരന്തരമായ പ്രോസസ്സാണ്. അതാണ് ഇവിടെ മറന്നു പോകുന്നത്. ഇനി കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം, ഒരു ഡോക്ടർ ഹാരിസ് ധൈര്യം കാണിച്ചാണ്. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെ രാഷ്ട്രീയത്തിന് വേണ്ടി പറയും. ഞാൻ രാഷ്ട്രീയം പറയാൻ വേണ്ടിയല്ല വന്നത്. UDF ഉണ്ടാക്കിയ പുതിയ ആരോഗ്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ കൂടിയാണ്. അപ്പോൾ ഞാനും കൂടെ ചേർന്നിട്ട് കേരളത്തിൽ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ആലോചിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളിവിടെ LDFന് ഒരു പ്രത്യേക രോഗമാണ്, UDFന് രോഗമാണ്, അല്ലെങ്കിൽ LDFനൊരു അസുഖം, അങ്ങനെയൊന്നുമല്ല. അല്ലെ BJPക്ക് ഒരു അസുഖം, അങ്ങനെയല്ല. ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. ഈ കേരളത്തിലെ ആശുപത്രികൾ മെച്ചപ്പെട്ടാൽ, മെഡിക്കൽ കോളേജ് മെച്ചപ്പെട്ടാൽ അനിലിനും
ഈ റെജിക്കും എനിക്കൊക്കെ ഒരുപോലെയാണ് ഉപയോഗപ്പെടുന്നത്. അപ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ പരാജയപ്പെടുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ നമ്മളിപ്പോൾ ഇതെല്ലാം വിളിച്ചു പറഞ്ഞ ഡോക്ടർ ഹാരിസിന് മുമ്പുണ്ടായിരുന്നത് എൻ്റെ ക്ലാസ്മേറ്റാണ് യൂറോളജിയിൽ. അയാളും കൈക്കൂലി വാങ്ങാത്ത ഡോക്ടറാണ്. അയാൾ പ്രോവിഡൻറ്റ് ഫണ്ട് ലോൺ എടുത്താണ് അവിടുത്തെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ഗവൺമെൻറ് ഈ ഗവൺമെൻറ് ഒരു ഗവൺമെൻറ്റൊന്നും പ്രശ്നമല്ല. ഈ രണ്ട് ഗവൺമെൻറ്റുകളാണ് എല്ലാം ശരിയാക്കിയെങ്കിൽ അപ്പോൾ പഴയ LDF ഗവൺമെൻറ്റുകളൊന്നും ചെയ്തില്ലേ? ഗവൺമെൻറ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ വയറിളക്ക രോഗം കുറവാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. കാരണം ഇവിടെ 41 നദികൾ കേരളത്തിലേക്ക് ഒഴുകുന്നതുകൊണ്ടാണ്. അത് ഏതെങ്കിലും സർക്കാർ ഏർപ്പെടുത്തിയതാണോ? അപ്പോൾ ഇങ്ങനെ വിഷയത്തെ വ്യത്യസ്തമായി കാണാം. പക്ഷേ ഇപ്പോൾ പ്രശ്നങ്ങളുള്ളപ്പോൾ പഴയ ഏതെങ്കിലും മരിച്ചുപോയ മുഖ്യമന്ത്രിയെ കുറ്റം പറയാൻ പറ്റും. ഇപ്പോൾ ഗവൺമെൻറ് ഭരിക്കുന്ന ആരാണോ അവരോട് ചോദ്യങ്ങൾ ചോദിക്കും. അന്നേരം നമ്മൾ അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ല. ഈ ഡോക്ടർ സരിനെ ഹാരിസിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. കാരണം ഞങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് പറഞ്ഞിരുന്ന പ്രശ്നത്തെ പലപ്പോഴും രാഷ്ട്രീയമായിട്ട് കടിച്ചമർത്തി പറയാൻ സമ്മതിക്കാതെ വെച്ചിരുന്നതാണ്. 4 വർഷം മുമ്പ് ഞങ്ങൾ പറഞ്ഞു അവിടെ സിസ്റ്റം തകരാറാണ്. കോവിഡ് വന്ന വാർഡിൽ കിടന്ന് ഒരു പാവപ്പെട്ട രോഗിയെ പുഴുവരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് രോഗിയെല്ലാം പുഴുവരിച്ചത് ആരോഗ്യവകുപ്പിനാണ് പുഴുവരിച്ചതെന്ന്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ആളുടെ തലയ്ക്കാണ് പുഴുവരിച്ചതെന്ന്. എനിക്ക് വിഷമമില്ല, കാരണം നമുക്ക് തിരിച്ചങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ അതല്ല ഇവിടെ വിഷയം. സിസ്റ്റത്തിന് തകരാറുണ്ട്. എന്നാലും മന്ത്രി അറിഞ്ഞോ അറിയാതെ പറഞ്ഞു പോയി. ഇനിയിപ്പോൾ അംഗീകരിച്ച സ്ഥിതിക്ക് നാം സിസ്റ്റത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാനാണ് നോക്കേണ്ടത്. ഇതിനൊന്നും ഒരൊറ്റ മൂലിയില്ല. ഇപ്പോൾ തുടക്കം തൊട്ട് പറയാം, ആരോഗ്യമന്ത്രി അസംബ്ലിയിൽ പറഞ്ഞായിരുന്നു ഇവിടെ രോഗികളുടെ എണ്ണം കൂടിയാണ് പ്രശ്നം. അതിലേക്ക് ഞാൻ തിരിച്ചു വരികയും ചെയ്യാം. രോഗികളുടെ എണ്ണം കൂടുമ്പോൾ എന്താ വേണ്ടത്? സൗകര്യങ്ങൾ കൂട്ടണ്ടേ? ഇന്നലെ ധനമന്ത്രി എന്താ പറഞ്ഞത്? ഞങ്ങൾ പൈസ വെട്ടിക്കുറച്ചിട്ടില്ല, പൈസ കൂട്ടിയെന്ന് ധനമന്ത്രി പറഞ്ഞിട്ടില്ല. ആരോഗ്യം മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്ന നാടുകളിൽ, അമേരിക്കയിൽ പോലും 16% ആരോഗ്യരംഗത്ത് നിക്ഷേപം GDPയുടെ. നമ്മുടെ ഇവിടെ ഇപ്പോഴും 2% താഴെയാണ് നമ്മുടെ ആരോഗ്യരംഗത്ത് നിക്ഷേപം. ബജറ്റിൽ തുക കൂട്ടണം. ധനമന്ത്രി പറഞ്ഞ് കുറച്ചിട്ടില്ല എന്ന്. ആരോഗ്യമന്ത്രി പറയുകയാണ് രോഗികളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ ധനമന്ത്രി വർഷം തോറും ബജറ്റിൽ കൂടുതൽ വേണം. പുതിയ പ്രശ്നങ്ങൾ വരാൻ രോഗികളുടെ എണ്ണം കൂടുകയല്ലേ? ഡോക്ടർ ലാൽ, നേരത്തെ ഞാൻ കണക്ക് അവതരിപ്പിച്ചിരുന്നു. അതായത് ഏകദേശം 10,000 കോടി കുടിശ്ശികയുണ്ട്. മരുന്ന് വാങ്ങിയ ഇനത്തിലും അല്ലാതെയും പല പല പദ്ധതികൾ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, അതുപോലെ ആരോഗ്യ കേരളം പദ്ധതി, കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട്, കുടിശ്ശിക ഏകദേശം 10,000 കോടി രൂപയ്ക്ക് അടുത്തുണ്ട്. ഉണ്ട്. മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. ഈ മന്ത്രി പോലും ഇതെങ്ങനെയെങ്കിലും കഷ്ടിച്ച് ഈ മന്ത്രിസഭാ കാലം തീരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നതാണ് എനിക്കറിയാം. കാരണം അവരിതിനകത്തൊരു വിദഗ്ധയല്ല, അവർ കഴിവുള്ള സ്ത്രീയാണ്. പക്ഷെ അവർക്ക് പറ്റാത്തൊരു വകുപ്പും അവർക്ക് അതിനുള്ള ഉപദേശകരുമില്ല, റിസോഴ്സില്ല, റിസോഴ്സ് മൊബിലൈസേഷൻ നോക്കുന്നില്ല. ഇപ്പോൾ തന്നെ പല ചർച്ചയും ഞാനിവിടെ കേട്ടു. അതൊരു തെറ്റിദ്ധാരണയുണ്ട്. കേരളത്തിലുൾപ്പെടെ എല്ലായിടത്തും സ്വകാര്യ മേഖല മോശമാണെന്ന് പറയും. സ്വകാര്യ മേഖല എപ്പോഴാണ് ഉണ്ടാകുന്നത്? സർക്കാർ മേഖല പരാജയപ്പെടുമ്പോൾ അല്ലെ അവിടെ വിടവുണ്ടാകുമ്പോഴാണ്. സ്വകാര്യ മേഖല പലപ്പോഴും സഹായിക്കേണ്ടതാണ്. ഇപ്പം നമ്മളെല്ലാവരും ഓട്ടോറിക്ഷ കയറുന്നില്ലേ, ടാക്സി കയറുന്നില്ലേ, ഊബറിൽ കയറുന്നില്ലേ, പ്രൈവറ്റ് ബസ്സിൽ കയറുന്നില്ലേ? ഇത് സ്വകാര്യ മേഖലയല്ലേ? ഇത് നിരോധിച്ചാൽ കേരളത്തിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? പക്ഷെ എന്താണ് ചെയ്യുന്നത്? ഓട്ടോറിക്ഷക്കാരനും ടാക്സിക്കാരനും പ്രൈവറ്റ് ബസ്സുകാരനും എത്ര ചാർജ് ചെയ്യണമെന്ന് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. അതാണ് റെഗുലേഷൻ. കേരളത്തെ പ്രൈവറ്റ് ആശുപത്രികളെ പൂട്ടിക്കാൻ നോക്കി കോവിഡ് വന്നപ്പോൾ. വെള്ളം കുടിച്ചു പോയി നമ്മളെല്ലാം. പിന്നെ പ്രൈവറ്റ് ആശുപത്രികൾ തുറന്നുകൊണ്ടാണ് ആളെ രക്ഷിക്കാൻ നോക്കിയത്. കേരളത്തിൽ 70% പേരും ആശ്രയിക്കുന്ന സ്വകാര്യ ആശുപത്രിയാണ്. അപ്പോൾ സ്വകാര്യ ആശുപത്രി നമ്മുടെ ഒരു മുതൽക്കൂട്ടാണ്. അവിടെ അഴിമതി നടക്കാതിരിക്കാൻ, അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ നിന്ന് കൂടുതൽ പണം വാങ്ങാതിരിക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണം. മാത്രമല്ല പാവപ്പെട്ടവൻ അവിടെ ചെന്ന് പെടരുത്. അവന് സർക്കാർ ആശുപത്രികളിൽ ഭേദപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കണം. ഞാനിപ്പോൾ ഒരു അപകടം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച ആളാണ്. അവിടെ 2 വർഷം കോളേജ് യൂണിയൻ ചെയർമാനായിരുന്ന ആളാണ്. എൻ്റെ ക്ലാസ്മേറ്റ്സാണ് അവിടുത്തെ സകല പ്രൊഫസർമാരും. പക്ഷെ അപകടം പറ്റി ഞാൻ പ്രൈവറ്റ് ആശുപത്രിയിലാണ് വന്നത്. കാരണം എനിക്കറിയാം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയുള്ള അവസ്ഥ. ഞാൻ റോഡിൽ മൃതപ്രായനായി കിടന്ന ഒരാളെ ആംബുലൻസിൽ ഞാൻ എടുത്തുകൊണ്ട് പോയി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അയാൾ സ്ട്രെച്ചറിൽ കിടത്താൻ തന്നെ പാടുപെട്ടു. കൂടെ വന്ന ആംബുലൻസ് ഡ്രൈവർ അയാൾ പോയി കളഞ്ഞു. എനിക്ക് ആശുപത്രിക്ക് അകത്തിയെന്ന് പറയാൻ കഴിയുന്നില്ല ഒരു രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഞാൻ നോക്കുമ്പോൾ ഒരാളെ കാവലിരുത്തിയിട്ട് അകത്ത് പോയപ്പോൾ ഡോക്ടർമാർ നഴ്സുമാരും കിടന്ന് നെട്ടോട്ട് ഓടുകയാണ്. എനിക്ക് വിഷമം തോന്നി. ഞാനും പഠിച്ച കോളേജാണ്. അവർക്ക് ശ്വാസം ഇടാൻ വയ്യാതെ അങ്ങോട്ട് അത്ര ഇരട്ടി രോഗികളാണ്. പറ്റാത്തത്ര രോഗികളെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര കൺജഷനാണ്. അപ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ പണമുള്ളവർ പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ കൺജഷൻ കുറയാനുമുണ്ട്. സ്വകാര്യ ആശുപത്രികൾ തെറ്റാണെന്ന് മോശമാണെന്ന് പറയുന്നത് തെറ്റായ പ്രചരണമാണ്. അത് ഇരട്ടത്താപ്പമാണ്. ഞാൻ ചോദിച്ചൊരു ശ്രീമാൻ അച്യുതാനന്ദൻ ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത്? നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന, അദ്ദേഹം ബഹുമാനിക്കുന്ന മുൻ മുഖ്യമന്ത്രി സ്വകാര്യ ആശുപത്രി ചികിത്സ കിടക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ഏറ്റവും നല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ? ഇപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എല്ലാം ഉണ്ടെന്ന്. അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
ഇതൊന്നും പറയണ്ട, നമ്മൾ ഈ ചർച്ചയിൽ വേണ്ട. അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്തൂടെ ഒരു പാസ് എടുത്ത് അകത്തൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ബാത്റൂമുകൾ യൂസ് ചെയ്യാൻ പറ്റും, മനുഷ്യന് യൂസ് ചെയ്യാൻ പറ്റും. മൃഗങ്ങൾക്ക് പരാതി പറയാൻ പറ്റില്ല. മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത ടോയ്ലറ്റുകളാണ്. ഇതൊക്കെ മാനേജ്മെൻറ്റ് പ്രശ്നമാണ്. ഇത് പരിഹരിക്കാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എല്ലാം ശരിയാണ്, ആ ഡോക്ടറെ ആക്രമിക്കാൻ നോക്കേണ്ടത്. മാധ്യമങ്ങൾ നിങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ ആ ഡോക്ടർ ഹൈറിസ് രക്ഷപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആളെ പണി കൊടുത്ത് വീട്ടിൽ ഇരുത്തിയേനെ. അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രശ്നം അംഗീകരിക്കണം, നമുക്കെല്ലാവരുടെ ഒരുമിച്ച് ചേർന്ന് നിൽക്കണം, വിഭവ സമാഹരണം ഉണ്ടാകണം, ലോണുകൾ എടുക്കണം, അല്ലെങ്കിൽ പുതിയ മൊബിലൈസ് ചെയ്യാൻ. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പണം WHO ഇരിക്കുമ്പോൾ, ഇതിപ്പോൾ സാധ്യമാണ്. പക്ഷേ പ്രശ്നം എന്താണ്? ഇവിടെ ആരുടെ സഹായം വേണ്ട, കേന്ദ്ര സഹായം വേണ്ട, ലോക സഹായം വേണ്ട, ഞങ്ങളുടെ എല്ലാം ഉണ്ട്, ഞങ്ങൾ നമ്പർ 1. ഈ നമ്പർ 1 എന്നുള്ള പറച്ചിൽ നമ്മുടെ കുട്ടിയെ പാഴിക്കളയുന്നത്. അവൻ എപ്പോൾ ഒരിക്കൽ ക്ലാസ് ഫസ്റ്റ് വാങ്ങിച്ചു, അല്ല 1-2 വിഷയം മെച്ചമാണ്, അവൻ ആ സ്കൂളിലെ ഫസ്റ്റ് നാട് മുഴുവൻ പറഞ്ഞെടുത്ത് അവൻ്റെ സകല പഠിപ്പ് നിർത്തിക്കുന്ന പരിപാടിയാണിത്. കേരളത്തിൽ ആരോഗ്യരംഗം അടിമുടി തകർന്നിരിക്കുകയാണ്. ഞാൻ 2 കാര്യം കൂടെ പറയാം. കേരളത്തിൽ ഒരു ആരോഗ്യ നയമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടോ? ഇവിടെ ഡോക്ടർ ഇക്ബാൽ ഉണ്ടാക്കിയ ഒരു ആരോഗ്യ നയമുണ്ട്. മന്ത്രി ആരും ആരോഗ്യ നയത്തെപ്പറ്റി പറയുന്നില്ല. ഞങ്ങൾ ആരോഗ്യ നയം അനുസരിച്ചാണ് ഭരണം നടത്തുന്നത്, അവരെന്താ പറയാത്തത്? അപ്പോൾ ആരോഗ്യ നയം ഉണ്ടാക്കിയൊരു ഷെൽഫി വെച്ചിട്ടുണ്ട്. ഈ മന്ത്രി പാസ്സാക്കിയ ഒരു പൊതുജനാരോഗ്യ ബില്ലുണ്ട്, അതിനകത്ത് വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, കേരളത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ അധികാരി എന്ന് പറഞ്ഞ ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ്. ഈ ഇരിക്കുന്ന എത്ര പേർക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടർ അറിയാൻ കണ്ടിട്ടുണ്ട്? ആരോഗ്യവകുപ്പ് ഡയറക്ടർമാർ നയിച്ചിരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പ്. അവരുടെ നേതൃത്വത്തിൽ, കാരണം 10-25-26 വയസ്സിൽ ആരോഗ്യവകുപ്പിൽ കയറിയിട്ട് 50 വയസ്സ് കഴിയുമ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറാകുന്ന ആൾക്കാരാണ്. അവർ പല മേഖലയിലൂടെ കടന്ന് പല നേതൃത്വ പദവിയിൽ ഇരുന്നിട്ട് വന്നിട്ട് പിന്നെ അവരുടെ ചുറ്റും കുറേ അഡീഷണൽ ഡയറക്ടർമാരുണ്ട്. ഇവർ മുഴുവൻ പേരും നിരാശരാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടർമാർ രാജിവെച്ചിട്ട് പോയി കളഞ്ഞു കോവിഡ് സമയത്ത്. അത് കഴിഞ്ഞിട്ട് 2 വർഷം ഇവിടെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇല്ലായിരുന്നു, ആ സസ്യം ഒഴിഞ്ഞു കിടന്നു. ഇപ്പോൾ ഉള്ള ആളിനെ എങ്ങും വിളിക്കാറില്ല. നമുക്കിഷ്ടമല്ലാത്ത ട്രംപ് പോലും ഫൗച്ചിയും കൂടെ ഇരുത്തിയിട്ടാണ്, അയാൾക്കും ഫൗച്ചി ഇഷ്ടമല്ല, പക്ഷേ ഫൗച്ചിക്ക് ശാസ്ത്രം അറിയാം, അയാളും കൂടെ ഇരുത്തിയിട്ടാണ് ചർച്ചകൾ നടത്തിയിരുന്നത് ടെലിവിഷനിൽ. ഇവിടെ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി പറയുമ്പോൾ ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ പറയും അത് സാങ്കേതിക കാര്യം എനിക്കറിയില്ല എന്ന്. അത് കേൾക്കാനാണ് ജനം ഇരിക്കുന്നത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറെ കൊണ്ടാണ് വകുപ്പ് ഓടിക്കേണ്ടത്. മന്ത്രിമാർ വേണം പൊളിറ്റിക്കൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, പൊളിറ്റിക്കൽ ഹെഡാണ്. പക്ഷേ മന്ത്രിമാർ 1 മാൻ ഷോയ്ക്ക് സിനിമ എടുക്കാനായിട്ടും ആരോഗ്യവകുപ്പിന് ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മുഴുവൻ, ഇത് ഞാൻ പറഞ്ഞ എൻ്റെ കൂടെ ജോലി ചെയ്തവരും പഠിച്ചവരും അറിയുന്നവരുമാണ് ഈ ആരോഗ്യവകുപ്പ് മുഴുവനും. അവർ നിരാശരാണ്, അവർക്ക് പണി അറിയാൻ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇതൊരു ഷോ ആയിട്ട് കൊണ്ടു നടന്ന് മന്ത്രി ഹെലികോപ്റ്ററിലും പ്ലെയിനിലും മരുന്ന് വരുത്തിയാണ് ഒരു ആരോഗ്യവകുപ്പ് നടത്തുന്നത്. അതൊരു ചെറിയ ജില്ലാ മെഡിക്കൽ ഓഫീസർ നടത്തേണ്ടതാണ്. മന്ത്രി ഓവറോൾ ലീഡർഷിപ്പാണ് കൊടുക്കേണ്ടത്. അതിന് രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം, പണം വേണം, കൃത്യമായ വിനിയോഗം വേണം, മുഴുവൻ പേരെ ഒരുമിച്ച് കൊണ്ടുപോകണം. ഡോക്ടർ രാമൻകുട്ടി എന്നെ പഠിപ്പിച്ച ആളാണ്, അച്യുതമേനോൻ്റെ മകനാണ്. അദ്ദേഹമാണ് കേരളത്തിൽ ലോകത്തറിയപ്പെടുന്ന ഹെൽത്ത് എക്കണോമിസ്റ്റ്. ഞങ്ങൾ പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുന്നില്ല. കുറച്ച് മന്ത്രിമാർ അവരുടെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടവരും ഇരുന്ന ഒരു സംസ്ഥാനം ഭരിക്കാൻ പറ്റും. എൻ്റെയും കൂടെ ആരോഗ്യമന്ത്രിയാണ് ശ്രീമതി വീണ. ശ്രീമതി വീണയ്ക്ക് തെറ്റ് പറ്റിയാൽ എനിക്കും അപകടമാണ്, നമ്മുടെ എല്ലാവരും അപകട രോഗത്തെ ബാധിക്കും. അപ്പോൾ മുഴുവൻ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയാണ്, മുഴുവൻ കേരളത്തിൻ്റെ സർക്കാരാണെന്ന ബോധ്യം ആദ്യം വേണം. എന്നിട്ട് മുഴുവൻ പേരെയും വിശ്വാസത്തിലെടുക്കണം. സൊല്യൂഷൻസ് ഞങ്ങളുടെയിലും ഉണ്ട്. ഞാനിപ്പോൾ UDFൻ്റെ ആരോഗ്യ കമ്മീഷൻ ചെയർമാനായത് മന്ത്രിയെ തോൽപ്പിക്കാനല്ല, മന്ത്രിയെ വിജയിപ്പിക്കാനാണ്. കേരളത്തിൽ ആരോഗ്യമന്ത്രി വിജയിച്ചാലേ എൻ്റെ ആരോഗ്യം ശരിയാവുള്ളൂ, നിങ്ങളുടെ എല്ലാവരും ആരോഗ്യം ശരിയാവുള്ളൂ. അങ്ങനത്തെ ഒരു സമീപനം സർക്കാരിലില്ല. എതിര് പറഞ്ഞ ഉടനെ സംസ്ഥാന ദ്രോഹിയാണ്. അവിടെയാണ് തകരാറ്. ഓക്കെ, വെൽ സെറ്റ് ഡോക്ടർ SSR.